നിങ്ങളെ ഈ ആയിരിക്കുന്ന അവസ്ഥയിലിരുന്ന് നിങ്ങളുടെ കരങ്ങളെ സാധിക്കുമെങ്കിൽ അല്പം ഉയർത്തിപ്പിടിച്ച് സ്വാതന്ത്ര്യത്തോടെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം നൽകിയ നന്മകളും നടത്തിയ വഴികളെല്ലാം ഓർത്ത് ആ നല്ല ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു, ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു, ദൈവകാരുണ്യത്തിന് നന്ദി പറയുന്നു, ഈ നല്ല അവസരത്തിന് നന്ദി പറയുന്നു, ഈ ഒരു ശുശ്രൂഷയെ ഓർത്ത് നന്ദി പറയുന്നു, ഈ ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത്, ഓരോ കുടുംബങ്ങളെ ഓർത്ത്, ഓരോ മാതാപിതാക്കളെ ഓർത്ത്, ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം ഇപ്പോൾ വർഷിക്കപ്പെടണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, 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 നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം ദൈവമേ. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു വചനമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19-ാമത്തെ വാക്യം. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയത്തില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് നിനക്കുത്തരമരുളും, അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും. 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണയും കാണിക്കും, നിന്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകുകയും ചെയ്യും. ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ ഇന്നീ ഒരു വിലാപം നിറഞ്ഞ, സങ്കടങ്ങൾ നിറഞ്ഞ ഒരു ഹൃദയവുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ ഒക്കെ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ദൈവം നിന്നോട് സംസാരിക്കുകയാണ് ഈ വചനത്തിലൂടെ. നിന്റെ വിലാപസ്വരം അവിടുന്ന് കേൾക്കും. എൻ്റെ വിലാപത്തിൻ്റെ സ്വരം മനുഷ്യർ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ സഹതാപം പ്രകടിപ്പിക്കുമായിരിക്കും, ചിലപ്പോൾ അങ്ങോട്ട് മാറി നിന്ന് അവർ ചിരിക്കുമായിരിക്കും. ചിലർ പറയും, നിനക്കത് തന്നെ വരണം, നിനക്ക് നല്ലൊരു ആവശ്യം ഇതൊക്കെ എന്നൊക്കെ ചിലപ്പോൾ വിധിക്കുമായിരിക്കും. പക്ഷേ എൻ്റെ വിലാപസ്വരം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വിധിയുടെ സ്വരമല്ല, ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തുന്ന സ്വരമല്ല. ആ വിലാപസ്വരം കേട്ട് സ്വർഗത്തിലെ ദൈവം, നിങ്ങൾ കണ്ണുകൾ കൊണ്ട് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോട് പറയുന്നു, നിന്റെ വിലാപസ്വരം ദൈവം കേൾക്കും, അവിടുന്ന് അതിന് ഉത്തരം നൽകും, നിന്നോട് കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സകല വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ദൈവസന്നിധിയിൽ കൊടുക്കാം. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ വിലാപസ്വരം അങ്ങ് കേൾക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഞാൻ ജനിച്ച് ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ എനിക്ക് വിലപിക്കാനേ നേരമുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മനസ്സും ഹൃദയവും കൊത്തി നിറച്ച നിലയിലും അളവിലും വിലാപത്തിൻ്റെ അനുഭവങ്ങളാണ്, സങ്കടത്തിൻ്റെ അനുഭവങ്ങളാണ്. പക്ഷെ എനിക്ക് ഇന്ന് ഒരു ആശ്വാസം കിട്ടിയത്, എൻ്റെ വിലാപസ്വരം ദൈവമേ നീ കേൾക്കുമെന്നും നീ എന്നോട് കരുണ കാണിക്കുമെന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നും അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, നന്ദി പറയുന്നു. കർത്താവെ, ഈ ഒരു ടെലിവിഷനിലൂടെ, ഷാലോം TV-യിലൂടെ നിങ്ങളിപ്പോൾ പങ്കെടുക്കുന്ന ഈ ആരാധന നമ്മുടെ 33 ദിവസത്തിൻ്റെ 12ാമത്തെ ദിവസമാണ്. ആ കരങ്ങളെ നീട്ടിപ്പിടിച്ച് ഇതാ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ലക്ഷക്കണക്കിന് വ്യക്തികളെ, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ
ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. നിങ്ങളും ഈ പരിശുദ്ധ കുർബാന കരങ്ങൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇടപെടണമേ. എൻ്റെ വിലാപ സ്വരം കേട്ട് എന്നോട് ഉത്തരം നൽകണമേ. എന്നോട് കരുണ കാണിക്കണമേ. എന്നോട് കരുണ കാണിക്കണമേ. എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ. എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ. എൻ്റെ തലമുറയോട് കരുണ കാണിക്കണമേ. എൻ്റെ തന്നെ വ്യക്തി ജീവിതത്തോട് അങ്ങ് കരുണ കാണിക്കണമേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. എൻ്റെ നിരാശകളെ മാറ്റണമേ. എൻ്റെ അകത്തെ ശൂന്യതയെ മാറ്റണമേ. എൻ്റെ കുടുംബം സന്തോഷത്തിൽ കൊണ്ടുവരണമേ. എൻ്റെ കുടുംബമായി എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ അനുഗ്രഹം നൽകണമേ. എൻ്റെ തലമുറയെ അനുഗ്രഹിക്കണമേ. ജീവിത പങ്കാളി അനുഗ്രഹിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അവരോട് കരുണ കാണിക്കണമേ. അവരോട് കരുണ കാണിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ സമയത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥനയോടെ ഇന്ന് കേട്ട ആ വചനം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ആ വചനം എന്താ പറഞ്ഞെന്നറിയാമോ? ഏത് വിഷയത്തിലാണോ ദൈവസന്നിധിയിൽ കരയുന്നത്, അത് നിനക്കൊരു അത്ഭുതമായി മാറും. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നും തെറ്റിപ്പോകത്തില്ല. അതിനെല്ലാം അതിശയിപ്പിക്കുന്ന റിസൾട്ടുണ്ട്. അത് ഏതൊരു വ്യക്തിക്കും അതിശയിപ്പിക്കുന്ന ഫലമുണ്ട്, പ്രതിഫലമുണ്ട്. അതാണ് വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിലും 37-ാമത്തെ അധ്യായത്തിലും കണ്ടത്. ജോസഫിന്റെ സഹോദരന്മാർ ജോസഫ് ഇട്ടിരുന്ന വസ്ത്രം വലിച്ചു കീറി ആടിനെ കൊന്നതിൻ്റെ ചോരയിൽ മുക്കി പിതാവിൻ്റെ അടുത്ത് വന്ന് ഒരു നുണ പറയുകയാണ്. അവനെ ഏതോ കാട്ടുമൃഗം പിടിച്ചു തിന്നുപോയി. ഇതവൻ്റെ വസ്ത്രമാണോ എന്ന് നോക്ക്. പ്രായമായ മനുഷ്യൻ ആ വസ്ത്രമെടുത്ത് പരിശോധിച്ചപ്പോൾ ഇതെൻ്റെ മകൻ്റെ തന്നെ എന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കി ഇങ്ങനെ ആ പിതാവ് ഹൃദയത്തിൽ നിന്നിങ്ങനെ കരഞ്ഞു, ഉച്ചത്തിൽ കരഞ്ഞു. എൻ്റെ മകനെ ഏതോ കാട്ടുമൃഗം വലിച്ച് ചീന്തി കൊന്നു കാണും, ദൈവമേ കഷ്ടമായല്ലോ എന്നും പറഞ്ഞ് ആ വേദനയുടെ നിറവിൽ സ്വന്തം വസ്ത്രം വലിച്ചു കീറി. എന്നിട്ട് ആ വസ്ത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച് തൻ്റെ മകനെ ഓർത്ത് വിലപിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. ആദ്യം കേട്ട വചനം എന്നാന്നറിയാമോ? നിന്റെ വിലാപസ്വരം ദൈവം കേട്ട് നിനക്ക് മറുപടി തരും, കരുണ കാണിക്കുമെന്നാണെങ്കിൽ, ഇതാ ദൈവസന്നിധിയിൽ ഞാൻ ഈ കരച്ചിലിനെ കാണുന്നത്. ആ പിതാവ് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി കരഞ്ഞൊരു വിലാപമാണ്. വായിച്ചു നോക്ക്, 45-ാം അധ്യായം കേട്ടില്ലേ? ആ മനുഷ്യന്റെ കണ്ണുനീരിന് കിട്ടിയ അതിശയിപ്പിക്കുന്ന മറുപടിയാണ് ഈ മനുഷ്യൻ ജോസഫ് വർഷങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറി. വചനം പറഞ്ഞത് സത്യമല്ലേ? ഏത് വിഷയത്തിലാണോ നീ കരയുന്നത്, ദൈവസന്നിധിയിൽ കരയുന്നത്, അത് നിനക്ക് അതിശയിപ്പിക്കുന്ന ഒരു പ്രതിഫലം കൊണ്ടുവന്നു തരും. വേദനയുള്ള മനസ്സോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കില്ല. നിന്റെ കണ്ണുനീരിനെ ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടെയുള്ളവരും ചിലപ്പോ കണ്ടില്ല എന്ന് നടിക്കും. കണ്ടില്ല എന്ന വാക്കിന് നടിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടു പക്ഷെ കണ്ടില്ലാത്ത പോലെ, അതാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ല, നിന്റെ കണ്ണുനീരിനെ കണ്ടില്ലെന്ന് നടിക്കില്ല. അതിനുശേഷം ഈ പിതാവ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ മകനെ കാണാൻ ഞാൻ പാതാളത്തിൽ ഇറങ്ങിച്ചെല്ലും. അങ്ങനെയൊക്കെ ആ വിഷമത്തിന്റെ പുറത്ത് ഈ അപ്പൻ കരഞ്ഞു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവൻ ഈജിപ്തിന്റെ ഭരണാധികാരിയായി നിൽക്കുമ്പോൾ അപ്പന്റെയും സഹോദരന്മാരുടെയും മുമ്പിൽ തന്നെ വെളിപ്പെടുത്തിയ സമയത്ത് ജോസഫ് പൊട്ടിക്കരഞ്ഞുപോയി. തൊട്ടടുത്തുള്ള കൊട്ടാരത്തിന്റെ മുറികളിലുള്ളവർ പോലും ഈ കരച്ചിൽ എന്ത് എന്ന് അന്വേഷിച്ചു. അവർ ചോദിച്ചു, ജോസഫ് എന്തിനാണ് ഇത്രയും ഉച്ചത്തിൽ കരഞ്ഞത്? തൊട്ടടുത്തുള്ള ആളുകൾ താമസിക്കുന്നവർ വരെ കേട്ടുപോയി. ആ കരഞ്ഞത് കിണറ്റിൽ നിന്നല്ല, പൊട്ടക്കിണറ്റിൽ നിന്നല്ല കരഞ്ഞത്, ഭരണാധികാരിയുടെ കസേരയിൽ ഇരുന്നാണ്. അതാണ് ഒരു അപ്പന്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ആ മകൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിശയിപ്പിക്കുന്ന ഒരു നിലയിലാണ്. പ്രിയപ്പെട്ടവരെ, ആരെ ഓർത്താണോ ഈ അപ്പൻ കരഞ്ഞത്?
ആ മകൻ നഷ്ടപ്പെട്ടു പോയില്ല. ആരെ ഓർത്താണോ ഈ അപ്പൻ വിലപിച്ചത്, ആ മകൻ എവിടെയും പട്ടുപോയില്ല, എവിടെയും പെട്ടുപോയില്ല, എവിടെയും നശിച്ചു പോയില്ല. നിങ്ങൾ എന്തിനെ ഓർത്തെങ്കിലും ദൈവസന്നിധിയിൽ ഇപ്പോൾ കരയുന്നവരാണോ? വീടിനെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത്, ഭാവിയെ ഓർത്ത്, നഷ്ടപ്പെട്ട പലതിനെ ഓർത്ത്. നഷ്ടപ്പെട്ട പലതുമുണ്ട്. ഈ പിതാവിന് നഷ്ടപ്പെട്ടത് ഒരു മകനായിരുന്നുവെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ജീവിതത്തിൽ അതുപോലെ വിലയുള്ള പലതുമാണ്. ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ കൊണ്ടുവന്ന പലതും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ കരയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണെങ്കിൽ അതിന് നിങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്നൊരു മറുപടി ദൈവം അവിടെ കൊണ്ടുവരും. അതിശയിപ്പിക്കുന്ന റിസൾട്ട് ദൈവം അവിടെ കൊണ്ടുവരും. അങ്ങനെങ്കിൽ നിങ്ങൾ എന്തിനെ ഓർത്താ കാര്യം? അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ ഗുരു നിന്നിൽ നിന്ന് പലരും മറയും. സങ്കടം വരുമ്പം പലരും മറഞ്ഞങ്ങ് പോകും. ദൈവം മറഞ്ഞു പോകില്ല. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ അല്പം നീട്ടിപ്പിടിച്ച് ഗാനത്തിൻ്റെ വരികൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതം ഈ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയിൽ, ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾക്കും അത്ഭുത സഹായത്തിനും ഇടയാവുകയാണ്. എല്ലാ കണ്ണുനീരും ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് ഒരപ്പൻ തൻ്റെ മകൻ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് കരഞ്ഞതുപോലെ, വിലപിച്ചതുപോലെ ഇന്ന് കർത്താവേ, ഈ 33 ദിവസത്തെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ഈ വിഷയത്തിന് വേണ്ടി, ഈ നിയോഗത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഞങ്ങൾ വിലപിക്കുന്നു, ദൈവസന്നിധിയിൽ ഞങ്ങൾ കരയുന്നു. പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളെ ദൈവത്തിന്റെ കണ്ണുകൾ കാണുന്നു. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു.